ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അത്യഭിമന്യ മറാഫേൽ തട്ടിൽ പിതാവേ, അഭിനന്ദനായ കർദിനാൾ ആലഞ്ചേരി പിതാവേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെ, സിറോ മലബാർ സഭയിലെ പ്രത്യേകം ക്ഷണിതാക്കളായി പ്രതിനിധികളായി ഇവിടെയായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, സമർപ്പിതരെ, ദൈവജനമേ, ചരിത്രപരമായ ഒരു നിമിഷത്തിന് നാം ഏവരും സാക്ഷ്യം വഹിക്കുന്നു. മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്താൽ രൂപീകൃതമായ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ആരാധനാ കുടുംബത്തിലെ ഏറ്റവും സജീവമായ വലിയ സഭയുടെ വലിയ ഇടയനായി അഭിമന്യ മറാഫേൽ തട്ടിൽ പിതാവ് ചുമതലയേറ്റ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്, പിതാവും തലവനും എന്ന നിലയിൽ തൻ്റെ ഇടയ ശുശ്രൂഷയിൽ മഹാപുരോഹിത ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കേരള കത്തോലിക്ക സഭയുടെ മെത്രാൻ സമിതിയുടെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും സന്തോഷപൂർവ്വം ഞാൻ ഈ സമയം അഭിമന്യ പിതാവിന് നേരുന്നു. അഭിനന്ദനായ മാർ ജോസഫ് പാംബ്ലാനി പിതാവ് സുവിശേഷ വ്യാഖ്യാനം നൽകിയതിൽ ധാരാളം ഉപദേശങ്ങൾ അങ്ങേക്കും നമുക്കെല്ലാവർക്കും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉപദേശത്തിൻ്റെ ഒരു സൂചനയിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങ് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട ആ വേളയിൽ സുവിശേഷ പ്രഘോഷണം നടത്താൻ അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടത് ഓർമ്മിക്കുമല്ലോ. അതിന് അദ്ദേഹത്തോട് ഞാൻ പിതാവിനോട് ചോദിച്ചു, എന്താണ് ആപ്തവാക്യമായി എടുക്കാൻ ആഗ്രഹിക്കുന്നത്? പിതാവ് അന്ന് പറഞ്ഞ മറുപടി, ടു ബി ബ്രോക്കൺ ആൻഡ് ടു ബി ഗിവൺ. അന്ന് ഞാൻ പരസ്യമായി തൃശ്ശൂർ വെച്ച് തന്നെ പറഞ്ഞു, ആപ്തവാക്യം എടുത്ത ഞങ്ങളൊക്കെ അത് ജീവിക്കാൻ പാടുപെടുന്ന കാലമാണ്, സൂക്ഷിച്ചു വേണം ഇങ്ങനെയൊക്കെ ഉള്ളത് എടുക്കാൻ. ഇത് അന്വർത്ഥമായി തീരുന്ന ഒരു ശുശ്രൂഷയുടെ ഒരു പൂർണ്ണതയിലേക്ക് അങ്ങ് വരികയാണ്. മുറിക്കപ്പെടുന്നതിനും വിഭജിക്കപ്പെടുന്നതിനും നൽകപ്പെടുന്നതിനും ഇവിടെ ദീർഘമായ ആശംസ പ്രസംഗത്തിന് സാങ്കത്യമില്ല. അങ്ങ് ഒരു വലിയ സഭയുടെ വലിയ ഇടയനാണ്. സിറോ മലബാർ സഭ എന്ന പൗരസ്ത്യ സുറിയാനി കത്തോലിക്ക സഭ അതിൻ്റെ തനിമയും അതിൻ്റെ പൈതൃകവും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ബന്ധങ്ങളുമെല്ലാം ഇനി അങ്ങയുടെ പരിശുദ്ധാത്മ നിറവിലുള്ള എല്ലാവരെയും ചേർത്തുള്ള ശുശ്രൂഷയിൽ ഭദ്രമാവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മുടെ തിരുസഭയിൽ ലത്തീൻ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ തിരുസഭയുടെ പൊതു പ്രേക്ഷിത ശുശ്രൂഷകൾക്ക് ഇതുപോലെ മിഷണറിമാരെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സഭയില്ല. അങ്ങ് ഏതാനും ഭദ്രാസനങ്ങളുടെ പൊതു ചുമതല വഹിക്കുന്ന ഒരു പൊതുപിതാവ് മാത്രമല്ല, തിരുസഭയുടെ പ്രേക്ഷിത ശുശ്രൂഷകൾക്ക് മിഷണറിമാരെ സന്തോഷപൂർവ്വം മാർത്തോമാ ശ്ലീഹായുടെ ചൈതന്യത്തിൽ നിന്ന് ഉരുവാക്കി ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും അയക്കുന്ന വലിയ ഒരു സഭയുടെ വലിയ ഇടയനാണ്. അങ്ങയുടെ ചക്രവാളങ്ങൾ
വലിയ സാധ്യതകൾ ഈ സഭയ്ക്ക് സമ്മാനിക്കുകയാണ്. അങ്ങ് ധീരനും ദൈവോന്മുഖനുമായിരിക്കുക. പരിശുദ്ധാത്മാവ് ആവശ്യമായ പൂർത്തീകരണം അങ്ങയിലൂടെ ഈ സഭയിൽ നടത്തും. അങ്ങയുടെ ശുശ്രൂഷയിൽ നാളിതുവരെ സഭയേൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളിലും സമർപ്പണ ബുദ്ധിയോടുകൂടി അങ്ങ് വ്യാപരിച്ചു. അത് നേരിട്ടറിയുന്ന അങ്ങയുടെ സഹോദര മെത്രാപ്പൊലീത്തമാർ പരിശുദ്ധാത്മാവിൻ്റെ തിരിഹിതം മനസ്സിലാക്കി സഭയുടെ ഈ വലിയ ശുശ്രൂഷ അങ്ങേക്ക് നൽകുന്നതിന് പ്രാർത്ഥനാപൂർവം തീരുമാനിച്ചത് അത് സ്വർഗത്തിൻ്റെ പദ്ധതി തന്നെയാണ്. അങ്ങേക്ക് സ്വതസിദ്ധമായിരിക്കുന്ന പുഞ്ചിരി മുഖത്തു നിന്നും മാറാതെ ഇരിക്കട്ടെ. അതിന് കാരണമൊരുക്കുന്ന അങ്ങയുടെ ഹൃദയം വിശാലമായിരിക്കട്ടെ. സംഭാഷണങ്ങളും സമ്പർക്കങ്ങളും നമ്മെ കൂടുതൽ വിസ്മയിപ്പിക്കുന്ന ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നതിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഭാരത സഭയുടെ മാത്രം വിഷയമല്ല സിറോ മലബാർ സഭ കൈകാര്യം ചെയ്യുക. തിരുസഭയുടെ പ്രേക്ഷിത ശുശ്രൂഷകൾ പൗരസ്ത്യ സഭകളിൽ ഉക്രൈൻ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്നമായ ഒരു സഭയുടെ ശുശ്രൂഷയാണ് അങ്ങ് നിർവഹിക്കുക. ഞാനിത് എണ്ണി പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങയുടെ മുഖത്തെ പുഞ്ചിരി നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ? ഒരിക്കലും അത് മായാതെ ഇരിക്കട്ടെ. അങ്ങയുടെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടാകട്ടെ. ഈ വലിയ ചരിത്ര മുഹൂർത്തത്തിൽ കേരള സഭയൊന്നായി സിറോ മലബാർ സഭയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇന്ന് പാമ്പ്ളാനി പിതാവ് സൂചിപ്പിച്ചതുപോലെ പ്രതിബന്ധങ്ങൾ എന്നും സഭയുടെ വഴിയിൽ നിന്ന് മാറിയിട്ടില്ല. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറുവാൻ സഭയ്ക്ക് സാധ്യവും അല്ല. ഒരുമയുള്ള ഐക്യബോധമുള്ള കർത്താവിനെ കാണുന്നതിൽ സന്തോഷിക്കുന്ന ഒരു സഭാ സമൂഹമായി പരിശുദ്ധാത്മാവ് അങ്ങയിലൂടെ ഈ സഭയെ മുൻപോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിനന്ദനായ കർദിനാൾ ആലഞ്ചേരി പിതാവ് നമ്മോടൊപ്പമുണ്ട്. അഭിനന്ദ പിതാവ് ഈ സഭയുടെ പ്രത്യേക ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ സർവ ഉള്ളർത്ഥങ്ങളോടും ക്ലേശങ്ങളോടും പ്രത്യാശയോടും കൂടി പിതാവ് സഭയെ നയിച്ചു. പിതാവിൻ്റെ ശുശ്രൂഷയിലെ വലിയ സമർപ്പണം ഒരു സാക്ഷ്യമായും ഒരു പ്രചോദനമായും നിലനിൽക്കുമ്പോൾ കേരള കത്തോലിക്ക സഭയുടെ കൃതജ്ഞതയും അഭിനന്ദനവും നന്ദിയും അഭിനന്ദ ആലഞ്ചേരി പിതാവെ അങ്ങയെ ഞാൻ അറിയിക്കട്ടെ. In a most dignified way, the administrator of the Sede Vekande has led the Syro Malabar Church to a fruitful conclusion. അഭിനന്ദ സെബാസ്റ്റ്യൻ വാണിയപ്പരക്കിൽ പിതാവിനെ പ്രത്യേകം ഞങ്ങളെല്ലാവരുടെയും നന്ദി കേരള സഭയുടെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. അവസാനിപ്പിക്കട്ടെ. സിറോ മലബാർ സഭ ഇന്നത്തേതിനേക്കാൾ അതിശക്തയായി തിരുസഭയിലും പൊതുസമൂഹത്തിലും അതിൻ്റെ സാക്ഷ്യം നിർവഹിക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിൻ്റെ ഇഷ്ടം ഒരേ മനസ്സോടെ നീങ്ങുന്ന സിറോ മലബാർ സഭയാണെന്ന് എളിമയോടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തി സന്തോഷപൂർവ്വം അത് പങ്കുവച്ച്
അഭിന തട്ടിൽ പിതാവിന് എല്ലാ മംഗളങ്ങളും സന്തോഷത്തോടെ ഞാൻ നേരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരനായ അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവേ, KCBCയുടെ പ്രസിഡൻറ്റും സീറോ മലങ്കര സഭയുടെ തലവനും അധ്യക്ഷനുമായ കർദിനാൾ ക്ലീമിസ് ബാവ പിതാവേ, ഈ സഭയെ, സീറോ മലബാർ സഭയെ ഇത്രയും നാൾ വളരെ ശുഷ്കാന്തിയോടുകൂടെ അർപ്പണത്തോടുകൂടെ നയിച്ച അഭിവന്യ ആലഞ്ചേരി പിതാവേ, വരാപ്പുഴ അതിരൂപതയുടെ അധ്യക്ഷൻ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവേ, മറ്റു പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മറ്റ് സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ അവിടുത്തെ പരിപാലനയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടെയാണ് നാം ഏവരും ഇവിടെ ഒന്നു ചേർന്ന് വന്നിരിക്കുന്നത്. ദൈവം തന്നെയാണ് റാഫേൽ തട്ടിൽ പിതാവിന് ഈ പുതിയ ഒരു ദൗത്യം ഏൽപ്പിച്ചത്. കർത്താവ് തന്നെ കൂടെ ഉണ്ടാകും തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ. ഈ വലിയ ദൗത്യത്തിൽ നമുക്കറിയാം, ജീവിതത്തിൽ ഏതെങ്കിലും ഉത്തരവാദിത്വം കർത്താവ് നൽകുമ്പോൾ, കുരിശുകൾ നൽകുമ്പോൾ, ആ കുരിശിലൂടെ വിജയം കൈവരിച്ച ആ കർത്താവിൻ്റെ വിശുദ്ധമായ സാന്നിധ്യം, ആശ്വസിപ്പിക്കുന്ന സാമീപ്യം, അതാണ് നമുക്കേവർക്കും വലിയ അനുഗ്രഹം, കരുത്ത്. അപ്പോൾ എല്ലാവരുടെയും പേരിൽ ഏറെ സന്തോഷത്തോടു കൂടെ, വളരെ പ്രത്യേകമായി കേരളത്തിലെ ലത്തീൻ സഭയുടെ പേരിൽ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ഇവിടെയുണ്ട്. KRLCBCയുടെ പ്രസിഡന്റ് വർഗീസ് ചക്കാലക്കൽ പിതാവിന് ഇന്നിവിടെ എത്താൻ സാധിക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിതാവ് നല്ല ഗംഭീരമായി ഇവിടെ പിതാവിനെ ആശംസകൾ അറിയിക്കുമായിരുന്നു. അതേപോലെ തന്നെ കരിയിൽ പിതാവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്, അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞറുക്ക് എനിക്ക് വീണത്. വാണിയപ്പരക്കൽ പിതാവ് എന്നോട് ഇത് ആവശ്യപ്പെട്ടത്. ഏറെ സന്തോഷമുണ്ട്. ഈ സഭയുടെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ പിതാവിന് ഒത്തിരി ദൈവീക വരദാനങ്ങളും അവിടുത്തെ കൃപകളും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നേരുകയാണ്. അത് നല്ലൊരു കയ്യടി. നേരത്തെ പാമ്പളാനി പിതാവ് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരുടെയും പേരിൽ കളത്തിപ്പറമ്പിൽ പിതാവ് മനോഹരമായ ഒരു ബൊക്കെ കൈമാറുകയാണ്, സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദതയുടെയും ഒക്കെ അടയാളമായിട്ട്. ഇന്ന് ഞാൻ സാധാരണ രാവിലെ ഒന്ന് വാട്സപ്പൊക്കെ നോക്കാറുണ്ട്. ഇന്ന് കണ്ട ഒരു വീഡിയോ ഫോർ എവർ യങ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലാണ്. പ്രത്യേകിച്ച് ഈ മുടിയൊക്കെ നരച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടൈറ്റിൽ കാണുമ്പോൾ പെട്ടെന്ന് നോക്കാനായിട്ട് തോന്നും. യഥാർത്ഥത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ ചിലപ്പോൾ പിതാവ് കണ്ടിട്ടുണ്ടാകാം, എനിക്കാരോ ചിക്കാഗോയിൽ നിന്നൊരു ജീസസ് യൂത്തിൻ്റെ അംഗമാണ് അയച്ചു തന്നത്, ഒരു ജേക്കബ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അമേരിക്കയിലുള്ള ഏതോ ഒരു ദേവാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിംഗ് പ്ലേസിൽ അവിടെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ സാധാരണ അവിടുത്തെ യുവജനങ്ങൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ സ്നോ ബോൾ, ഈ മഞ്ഞ് കൊണ്ട് പന്തുണ്ടാക്കിയിട്ട് ഇങ്ങനെ പരസ്പരം എറിഞ്ഞു കളിക്കുകയാണ്. അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോഴേ വളരെ പരിചിതമായിട്ടുള്ളൊരു മുഖം. നോക്കിയപ്പോഴാരാണ്? മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന റാഫേൽ തട്ടിൽ പിതാവ്. തട്ടിൽ പിതാവ് എന്നും ഇങ്ങനെ ഫോർ എവർ യങ്, ആ പുഞ്ചിരിയും കാര്യശ്ശേരി മുടിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും തൻ്റെ ഹൃദയത്തിലെന്നും ആ തീഷ്ണതയും യുവത്വവും നിഷ്കളങ്കതയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന പിതാവാണ്. ദൈവം പിതാവിനെ ഇങ്ങനെ ഒരുക്കുകയായിരുന്നു എന്നാണ് ഞങ്ങൾക്കെല്ലാവർക്കും തോന്നുന്നത്. ലോകത്തിലെ പല സ്ഥലങ്ങളിലും പല രൂപതകളിലും പിതാവ് പോയിട്ട് ധ്യാനിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിലും ആ ഒരു ഭാഗ്യമുണ്ടായി ഏതാനും വർഷങ്ങൾക്ക് മുൻപ്. പിതാവിൻ്റെ ആ തൃശ്ശൂർ ശൈലി ആൻഡ്രൂസ് പിതാവ് സൂചിപ്പിച്ചതുപോലെ ആ ശൈലിയും, പക്ഷെ അതേ സമയത്ത് തന്നെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള തീഷ്ണതയോടുകൂടെ ആ തൃശ്ശൂർ പൂരം പോലെ ഇങ്ങനെ പൊടി കത്തിക്കയറും. പക്ഷെ അതേ സമയത്ത് തന്നെ വളരെയേറെ
ലാളിത്യത്തോടും ആ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങളെല്ലാം എത്ര മനോഹരമാണ്. എത്രയോ ഹൃദയങ്ങളെയാണ് പിതാവ് യഥാർത്ഥത്തിൽ പ്രചോദിപ്പിച്ചിരിക്കുന്നത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം ശ്രദ്ധേയമാണ്. എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും, അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പരിപാലിക്കും. യഥാർത്ഥത്തിൽ ദൈവജനം മുഴുവൻ ഈ ദിവസങ്ങൾ ആത്മാർത്ഥതയോടെ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുകയായിരുന്നു. സീറോ മലബാർ സഭയെ നയിക്കുവാൻ മാത്രമല്ല, ഭാരതസഭയ്ക്ക് തന്നെ അനുഗ്രഹമായ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താൻ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം ആ പ്രാർത്ഥന ശ്രവിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആലഞ്ചേരി പിതാവ് ഈ 2023 ഡിസംബർ മാസം 7-ാം തീയതി വിരമിച്ചപ്പോൾ ആരായിരിക്കും ഈ സുപ്രധാനമായ സ്ഥാനം ഏറ്റെടുക്കുക, അതലങ്കരിക്കുക എന്ന് പലരുടെയും മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ വിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ദൈവജനത്തെ നയിക്കാൻ വീണ്ടും പിതാവിന് ശേഷം ഇതാ റാഫേൽ തട്ടിൽ പിതാവ് കടന്നു വന്നിരിക്കുന്നു. പിതാവ് എപ്പോഴും ഇങ്ങനെ ജാഠയില്ലാതെ വെട്ടിത്തുറന്ന് എന്നാൽ ആരെയും വേദനിപ്പിക്കാതെ പറയുന്ന വ്യക്തികളാണ്. അങ്ങനെ എല്ലാറ്റിനും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഈ പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് സഭയ്ക്ക് തീർച്ചയായും വളരെ അനുഗ്രഹമാവും. 2017 നവംബർ മുതൽ ഒക്ടോബർ മുതലാണ് പിതാവ് കേരളത്തിന് വെളിയിലേക്ക്, അങ്ങനെ ഈ ഭാരതത്തിൻ്റെ മിഷൻ പ്രദേശങ്ങളെപ്പറ്റി കൂടുതൽ ഇങ്ങനെ മനസ്സിൽ അറിയുവാനും ഹൃദയത്തിൽ കൂടുതൽ അടുത്ത് മനസ്സിലാക്കുവാനും ഇടയായത്. ഇതും ആ വലിയൊരു അനുഭവം പിതാവിന് ഈ ഒരു ശ്രേഷ്ഠ മെത്രാപ്പൊലീത്ത എന്നതിലേക്ക് മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള ഈ ഒരു ശുശ്രൂഷയിൽ വലിയ അനുഗ്രഹം ആയിരിക്കും. കാരണം ഈ ഒരു മിഷൻ അനുഭവം യഥാർത്ഥത്തിൽ അവിടെ പോയി ജീവിക്കുകയും താമസിക്കുകയും അവരോടൊക്കെ ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ പിതാവിന് ഞാൻ ഒട്ടും ദീർഘിപ്പിക്കാൻ പാടില്ല. പിതാവിന് ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ, വളരെ പ്രത്യേകമായി കേരളത്തിലെ ലത്തീൻ സഭയുടെ പേരിൽ, അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ഇവിടെയുണ്ട്, പിതാവിൻ്റെയും പേരിൽ ഞങ്ങളുടെ എല്ലാവിധ സന്തോഷവും ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹവും പിതാവിൻ്റെ ഈ ശുശ്രൂഷയിൽ ഈ ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാൻ ഉപസംഹരിക്കുന്നതിന് മുമ്പ് നന്ദിയുടെ ഒരു വാക്ക് പ്രത്യേകിച്ച് ആലഞ്ചേരി പിതാവിന്. തീർച്ചയായിട്ടും നേരത്തെ ക്ലിമിസ് പിതാവ് സൂചിപ്പിച്ചതുപോലെ ത്യാഗത്തോടും അതോടൊപ്പം തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമായ വലിയ ക്ഷമയോടും കൂടെയാണ്, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ടാണ് പിതാവ് പ്രതിസന്ധികളിൽ പതറാതെ പ്രക്ഷുബ്ധമായ അവസ്ഥകളിൽ കർത്താവിൽ കൂടുതൽ ആശ്രയപ്പെട്ടുകൊണ്ട് നയിച്ചത്. ആലഞ്ചേരി പിതാവെ ഞങ്ങളുടെ എല്ലാവരുടെയും, കാരണം പിതാവിൻ്റെ ആ ഒരു കാലഘട്ടം ഞങ്ങൾക്ക് വളരെയേറെ പ്രചോദനമാണ് ഇടയ ശുശ്രൂഷയിൽ. പിതാവിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മുൾത്തോസ് ആന്നോസ്. ഒരിക്കൽ കൂടെ ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ തട്ടിൽ പിതാവെ എല്ലാവിധ ആശംസകളും കർത്താവിൻ്റെ കരുത്തും കൃപയും കാരുണ്യവും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. സഭയുടെ പിതാവും തലവനുമായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ റാഫേൽ തട്ടിൽ പിതാവിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. ദൈവജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത വിധം പിതാവ് നമ്മെ നയിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം ധ്യാനഗുരുവാണ്, അറിയപ്പെടുന്ന പ്രഭാഷകൻ, സമന്വയത്തിൻ്റെ കാവലാൾ. ധാരാളം വിശേഷണങ്ങൾ അദ്ദേഹത്തിന് നമുക്ക് നൽകാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ അദ്ദേഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഇപ്പോൾ അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം എല്ലാവരെയും ഒരുപോലെ
ഒരേ ഇതായിട്ട് കാണുവാനും എല്ലാവരോടും ഒരുപോലെ പെരുമാറുവാനും അദ്ദേഹത്തിനുള്ള കഴിവ് തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്കൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രാർത്ഥനയും അനുമോദനവും നമ്മുടെ പ്രിയ മേജർ ആർച്ച് ബിഷപ്പിനെ അറിയിക്കുന്നു. നന്ദി. സീറോ മലബാർ സഭയുടെ പുതിയ വലിയ ഇടയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവേ, കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവേ, ക്ലീമിസ് പിതാവേ, മറ്റ് സ്നേഹമുള്ള എത്രയും അഭിവന്ദരായ പുരോഹിതന്മാരെ, മഹാപുരോഹിതന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഇപ്പം. ഇന്നത്തെ വൈകുന്നേരത്തെ പേപ്പറിലൊക്കെ വന്നത്, ഇതെന്താത്, നമ്മുടെ തട്ടിൽപിതാവ്, നമ്മുടെ തട്ടിപ്പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്നാണ് ഒരു ക്യാപ്ഷൻ ഞാൻ കണ്ടത്. അത്ഭുതമാണ്. അതോടൊപ്പം നമ്മുടെയൊക്കെ പ്രതീക്ഷയാണ്. ദൈവത്തിൻ്റെ കരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവ് കൂടെയായിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തിനെ എടുക്കാം. കാരണം പ്രതീക്ഷകൾ പലപ്പോഴും പലതാണ്. മനുഷ്യരുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രതീക്ഷയും ദൈവത്തിൻ്റെ പ്ലാനും എങ്ങനെ നടപ്പിലാകുന്നു എന്നുള്ളതിന് ഒരു തെളിവായിട്ട് മാത്രമേ എനിക്ക് ഇതിനെ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അതോടൊപ്പം പ്രത്യേകിച്ചും സിനഡിന് ഒരു വാക്ക് നന്ദിയുണ്ട്. കാരണം ഇതുപോലെ ഒരു പദവി തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പിതാവിന് നൽകിയതിന് പ്രത്യേകം സീറോ മലബാർ സിനഡിനുള്ള പ്രത്യേകം നന്ദി ഈ സമയത്ത് ഞാൻ അർപ്പിക്കാൻ. നമുക്കറിയാം, തൃശ്ശൂർ കാലിയൻ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പന്ത് തട്ടി നടന്ന കാലം മുതൽ നമ്മുടെ അപ്രയം തിരുമേനിയായിട്ടുള്ള ബന്ധവും അപ്രയം തിരുമേനി പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദനങ്ങൾ അർപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അവിടെ നിന്ന് തട്ടിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ തട്ടുകളാണ്. അതായത് എനിക്ക് തോന്നുന്നു ദൈവമാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ഇങ്ങനെ തട്ടി 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 ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു തട്ടുകൂടെ തന്നു. ആ തട്ടിൽ ഇപ്പോൾ ഏറ്റവും മുകളിലെത്തി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട്, ദൈവത്തിൻ്റെ ഒരു വരദാനമായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നീ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകിച്ചും ഇൻ്റർ ചർച്ച് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ, ഇൻ്റർ ചർച്ച് കൗൺസിൽ എന്ന് പറയുമ്പോൾ അത് ആലഞ്ചേരി പിതാവാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, ഞാനാണ് അതിൻ്റെ സെക്രട്ടറി. അതുപോലെ തന്നെ അപ്പോസ്തോലിക പാരമ്പര്യമുള്ള എല്ലാ സഭകളുടെയും ബിഷപ്പുമാരാണ് അതിൻ്റെ അകത്ത് മെമ്പേഴ്സായിട്ടുള്ളത്. ആ കൗൺസിലിൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കട്ടെ. അതോടൊപ്പം അസീറിയൻ സഭയുടെ പാത്രിയർക്കീസിൻ്റെ പേരിലും സിനഡിൻ്റെ പേരിലും ഇവിടെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മെത്രാപ്പോലിത്തയുടെ പേരിലും പാട്രിയാർക്കൽ ഡെലിഗേറ്റിൻ്റെ പേരിലും അതുപോലെ മറ്റ് ബിഷപ്പുമാരുടെ പേരിലും സഭ ഒന്നടങ്കം ഈ സമയത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കാനും കൂടെ ഈ സമയത്ത് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും മംഗളങ്ങളും നേരുന്നു. തുടർന്നും സമാധാനത്തിൻ്റെ പാതയിൽ, സന്തോഷത്തിൻ്റെ പാതയിൽ, ചിരിക്കുന്ന മുഖത്തോടു കൂടെ തന്നെ ഇനിയും ഈ സഭയെ മുന്നോട്ട് നയിക്കാനായിട്ട് എല്ലാ കരുത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും അഭിവന്യ ജോർജ് ആലഞ്ചേരി പിതാവിന് ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കുറേ കാലം നമുക്ക് ഒരുമിച്ച് പറ്റി. ആ പറ്റിയതിനുള്ള സന്തോഷവും അതുപോലെ തന്നെ നന്ദിയും ഈ സമയത്ത് അർപ്പിക്കുന്നു. ഇനിയും എനിക്കറിയില്ല നമ്മൾ ഒരുമിച്ച് ഈ രീതിയിൽ തന്നെ ഇൻ്റർ ചർച്ച് കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് എന്ന രീതിയിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ബട്ട് എന്ത് തന്നെ ആയാലും ശരി, തുടർന്നും ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. തിരുമേനിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്ദിയും അനുഗ്രഹങ്ങളും കൂടെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് അറിഞ്ഞത് ഷംഷാബാദ് രൂപതയ്ക്ക് ഒരു നഷ്ടമാണെങ്കിലും
പിതാവിൻ്റെ സഹായമെത്രാന്മാരെന്ന നിലയിലും ഞങ്ങൾക്കും നഷ്ടമാണ്. എങ്കിലും സിറോ മലബാർ സഭയ്ക്ക് അതൊരു വലിയ നേട്ടമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ, അനുഭവങ്ങളെയും വ്യക്തികളെയും എല്ലാം ഭാവാത്മകമായി സ്വീകരിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ തീർച്ചയായിട്ടും പിതാവിന് വെല്ലുവിളികളുണ്ട്. സഭയുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ സഭയുടെ തനിമ കാത്തു സൂക്ഷിക്കുക, ഒപ്പം പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവരെ ഒരുമിച്ച് കൊണ്ടുപോവുക, ഇതെല്ലാം പിതാവിനുള്ള വെല്ലുവിളികളാണ്. എല്ലാം ദൈവാനുഗ്രഹത്തോടും പിതാവിൻ്റെ പ്രാർത്ഥനാ ചൈതന്യത്തിലും പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. പിതാവിന് എല്ലാവിധ ആശംസകളും.